ഈ പൈനാപ്പിൾ നമ്മൾ ഉപ്പിലിട്ടിട്ടും ജ്യൂസ് അടിച്ചിട്ടും സലാഡാക്കിയിട്ടും ഒക്കെ കഴിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇതിനെ മുളകെല്ലാം തേച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്നിട്ട് ഇത് റീൽസിലായാലും ഷോർട്സിലായാലും ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ഇതിനെ കുറക്കുന്നത് അങ്ങ് ഉണ്ടാക്കി കളയാം. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, പഞ്ചസാര, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, ഒരല്പം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ പിന്നെ പൈനാപ്പിൾ മിക്സ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത് നല്ലോണം പഴുത്തിങ്ങനെ അളിഞ്ഞു പോയത് വേണ്ട. പാകത്തിനുള്ള പഴുപ്പായി കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാവേ. ഇനി എന്ത് ചെയ്യണം, ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പൈനാപ്പിൾ പീസ് ഇട്ട് കൊടുത്ത് ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മുളക് ഇങ്ങനെ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ. ഞാനും വിചാരിച്ചിനെ ഇത് വലിയ രസമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ, പക്ഷേ അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ.